നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾ ആരും ഇതുവരെ ചെയ്ത് നോക്കാത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. 2-3 റെസിപ്പി ഉണ്ട്. വീഡിയോ ചെറുങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ബീഫിൻ്റെ നെഞ്ഞെല്ലാണത്. അപ്പോൾ അത് നല്ലപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് നല്ലപോലെ 5-6 വിസിലടിച്ച് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ കുക്കറിൽ കുറച്ച് ബീഫ് തന്നെയാണ് കേട്ടോ, പോത്തിൻ്റെ എല്ലിനാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ കുഴച്ചതിന് ശേഷം കുക്കറിലിട്ട് 2-3-4 വിസിലടിക്കിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ വേകുന്ന സമയം കൊണ്ട് ഞാനത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇതായതിനു ശേഷം ഞാൻ അതിലേക്ക് 2-3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് വിടുമ്പോൾ നമ്മൾ മൂടി വെക്കണം, അല്ലെങ്കിൽ നല്ലപോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് പൊട്ടൽ കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഞാനതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. പശുവിൻ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് 2 വലിയ ഉള്ളി സ്ലൈസ് ആയതിട്ട് നല്ലപോലെ കനല്ലാണ്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് നല്ലപോലെ വഴന്നതിന് ശേഷം ഞാനിതാ ചെറിയ ഉള്ളി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചതച്ചതാണ് കേട്ടോ, അരച്ചതൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചിട്ട് പേസ്റ്റ് വേണമെങ്കിൽ ഇടാം കേട്ടോ. പേസ്റ്റ് ഇടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ ചതച്ചിട്ട് ഇടുമ്പോഴാണ്. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരൊന്നും നല്ലപോലെ വഴറ്റി കൊടുക്കണം. വഴറ്റിയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് 4 തക്കാളി ഇടുന്നത്. ഇത് വലിയ തക്കാളി ആയതുകൊണ്ട് 4 തക്കാളി ഇടുന്നത്. 4 തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി തക്കാളി നല്ലപോലെ വെന്ത് സോഫ്റ്റായി കിട്ടണം കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എല്ല് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ, പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാനിതിലേക്ക് കളറൊന്നും ഇടുന്നില്ല. ഇത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇടുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഗരം മസാല ഇട്ട് മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിൽ നമുക്ക് മല്ലിയില ഇടുന്നുണ്ട്, പുതിനയില ഇടുന്നുണ്ട്. ഒരു പിടി മല്ലിയില ഇടുന്നുണ്ട്, അതിൻ്റെ പകുതി പുതിനയില ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ എല്ലിനെ വെള്ളം മാറ്റിയതിന് ശേഷം ആ എല്ല് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫിൻ്റെ എല്ലും കൊണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. പിന്നെ ഞാനതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പുളിയൊന്നുമില്ല, അങ്ങനത്തെ തൈരാണ് ഒഴിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് ഒഴിക്കണ്ട കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാനത് മസാലയിലിട്ട് അതിൻ്റെ എല്ല് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം വേവിച്ചിട്ടുണ്ട്. മസാല ഒന്ന് നല്ലപോലെ സെറ്റാകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ബീഫിൻ്റെ എല്ല് വേവിച്ച വെള്ളമാണ് ഇട്ടത്. 3 കപ്പ് വെള്ളമുണ്ട്. ഞാൻ 6 കപ്പ് അരി എടുത്തിരിക്കണം. അതിന് 9 കപ്പ് വെള്ളം വേണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ 3 കപ്പ് നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളമുണ്ട്. 6 കപ്പ് ഞാൻ വേറെ വെള്ളം, സാധാ വെള്ളം തിളപ്പിച്ചത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 9 കപ്പ് വെള്ളം ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 6 കപ്പ് അരി എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുതിർന്നതിന് ശേഷം അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം വാരാൻ വെക്കുക കേട്ടോ. വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ ചോറിന് വെച്ച വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ അരി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ. 1.5 കിലോന് അരിയാണ്, 6 കപ്പ് അരിയാണ്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു മുറി നാരങ്ങൻ്റെ നീരാണ് ഇട്ടത്. നാരങ്ങ നീര് ഒഴിച്ചിട്ട് പറഞ്ഞാൽ ചോറ് നല്ലൊന്ന് സോഫ്റ്റായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. ആദ്യം അരിയിട്ട് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അരി നറുക്കരി പെടുള്ളൂ. എന്നിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 7 മിനിറ്റും കൂടി വേവിച്ചാൽ മതി കേട്ടോ.
ആ 7 മിനിറ്റിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 3 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ തിളച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷം ഞാനിതാ മൂടി വയ്ക്കുന്നുണ്ട്. ഇനി ഇതാ ഇതുപോലെ തിളച്ചാൽ മതി കേട്ടോ. ഇനി ഞാനത് ലോ ഫ്ലെയിമിലിട്ടിരുന്ന് ഒരു പൊട്ടായി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നല്ലൊരു അടപ്പും കൂടെ മൂടി വയ്ക്കുക. പിന്നെ അത് വേകുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ഒന്നും കൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ. അത് വേണ സമയം കൊണ്ട് നമുക്ക് ചട്ടി വെച്ചിട്ട് നമ്മൾ വേവിച്ച ബീഫ് നേരാക്കി എടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ. ഒരു വലിയ ഉള്ളി എടുത്ത് നല്ലപോലെ അത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇരുന്ന കുറച്ച് തേങ്ങ, കൊട്ടത്തേങ്ങയാണ് കേട്ടോ, കനജാണ്ട് മുറിച്ചതാണ്. നിങ്ങൾക്കത് ആദ്യം തന്നെ എണ്ണയിലിട്ടിട്ട് പിന്നെ ഉള്ളി ഇട്ടാലും മതി കേട്ടോ. ഞാനത് ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷമാണ് തേങ്ങ ഇട്ടിരിക്കുന്നത്. പൊട്ടത്തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ. പച്ചത്തേങ്ങയാണെങ്കിൽ ആദ്യം എണ്ണയിലിട്ട് തേങ്ങ ഒന്ന് വഴറ്റിയതിന് ശേഷം ഉള്ളി ഇട്ടാൽ മതി. പിന്നെ ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം ഞാൻ ഉള്ളിയിലേക്കുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടിട്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നും പാടെ ചതച്ചതാണ് കേട്ടോ. ചതച്ചതിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം. നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ, അതിൻ്റെ പച്ചമണം പോകുന്നവരെ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇടുന്നുണ്ട്. ഒരു തക്കാളി എടുത്ത് നല്ല ചെറുതാക്കി മുറിച്ചതാണ് ഇട്ടത്. തക്കാളി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് തക്കാളി നല്ല വെന്ത് സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂണ് മീറ്റ് മസാല ഇടുന്നുണ്ട്. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം ഞാനതിലേക്ക് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇടുന്നുണ്ട്. കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ്, ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് മല്ലിയില ഇട്ട് പുതിനയില ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു മുറി നാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട്. ഒരു മുറി നാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനതിലേക്ക് ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു മുറി നാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നത്. പിന്നെ നല്ലപോലെ സോഫ്റ്റ് ആയതിന് എല്ലാം വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഈ ഗരം മസാല പൊടിക്കുമ്പോൾ ഞാനതിൽ വലിയ ജീരകമൊക്കെ കൂട്ടി പൊടിച്ച കാരണം കൊണ്ട് ഞാനതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടി ഇടുന്നില്ല. നിങ്ങൾ വലിയ ജീരകം കൂട്ടി പൊടിച്ചിട്ടില്ലെങ്കിൽ ഗരം മസാലേൻ്റെ ഒപ്പം വലിയ ജീരകത്തിൻ്റെ പൊടി ഇടാം കേട്ടോ. 1/4 ടീസ്പൂണ്. ഞാൻ അത് 3/4 കിലോ ബീഫാണ്. എന്നിട്ട് ആ പൊടികൾ ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാനിത് ബീഫിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഇട്ടേക്കണം കേട്ടോ. ബീഫിൻ്റെ വെള്ളം ഇതിൽ കൂടി കടന്നിട്ട് വറ്റിയാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയതാണ്. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല മണമുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടി ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും ആരും മറക്കരുത് കേട്ടോ. ഇന്നുണ്ടാക്കിയ എല്ല് ബിരിയാണിയും ബീഫ് വരട്ടിയതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുതിന ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, തൈര് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ഞായറാഴ്ചക്കലത്തെ വീഡിയോ ആണ് കേട്ടോ. അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിപ്പിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. ഞാൻ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആദ്യം 3 മിനിറ്റ് വെച്ച് തിളച്ചതിന് ശേഷം പിന്നെ ചോറ് തിളച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ ഒരു 7 മിനിറ്റ് കൂടി വെച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ദമ്മിട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിലേക്ക് തുറന്നതിന് ശേഷം 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ദമ്മിടേണ്ട കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നേരെ ഞാൻ വിളമ്പാൻ പോകണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിൻ്റെ എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലും കൊണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ.
ഇന്നത്തെ വിഭവം തന്നെ എല്ലാം കൊണ്ട് ബിരിയാണി, പുതിന ചമ്മന്തി ഉണ്ട്, തൈര് ചട്നി, ബീഫ് റോസ്റ്റ് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.